പാളിപ്പോയ ബി.ജെ.പി പ്രിസർവേഷൻ ബില്ല് വീണ്ടും സഭയിലെത്തിച്ചു പാസാക്കാനുള്ള തന്ത്രങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ബി.ജെ.പി. വിമൻ റിസർവേഷൻ ബിൽ എന്ന പേരിൽ ബി.ജെ.പി പ്രിസർവേഷനുള്ള അജണ്ടകളോടെ പാർലമെന്റിൽ കൊണ്ടുവന്ന ഭേദഗതി 2/3 ഭൂരിപക്ഷം പിന്തുണ ലഭിക്കാതെ വന്നതോടെ അത് പാസാക്കുവാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിന്റെ പ്രതിഷേധം പ്രധാനമന്ത്രിയിൽ നിന്നും മറ്റു പ്രവർത്തകരിൽ നിന്നും പിന്നീടുള്ള ദിവസങ്ങളിൽ നാം കണ്ടു. ബി.ജെ.പിക്ക് വളരെ എളുപ്പത്തിൽ ജയിക്കുവാൻ സംഘടനാ ബലമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് പാർലമെന്റ് ഉത്തരേന്ത്യൻ എംപിമാരെ കൊണ്ട് നിറച്ചാൽ പിന്നീട് കോൺഗ്രസ് എന്നല്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്നത് വ്യക്തമാണ്. ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയക്കാരെ വിലക്കെടുക്കുവാനും വളരെ എളുപ്പവുമാണ്. അതിന്റെ ഉദാഹരണമാണ് പഞ്ചാബിൽ നിന്നുള്ള ആം ആദ്മി പാർട്ടിയിലെ 9 രാജ്യസഭാ എംപിമാരിൽ 7 എംപിമാരും ബി.ജെ.പിയിലേക്ക് ചേർന്നത്. രാജ്യസഭയിലെ എ.എ.പി പാർട്ടിയുടെ ഉപനേതാവായിരുന്ന രാഘവ് ചദ്ദയാണ് ഈ മാറ്റത്തിന് നേതൃത്വം നൽകിയത്. മറ്റുള്ള പാർട്ടിയിൽ നിന്നുള്ള ജനപ്രതിനിധികളെ ബി.ജെ.പിയിൽ എത്തിക്കുവാനുള്ള ഏറ്റവും വലിയ ആയുധമായാണ് ഇപ്പോൾ ഇ.ഡി പ്രവർത്തിക്കുന്നത്. ഇ.ഡിയുടെ അന്വേഷണ ഭീഷണിയെ ഭയന്നാണ് ഈ കൂറുമാറ്റവും ഉണ്ടായിരിക്കുന്നത്. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കളമൊരുക്കുവാൻ ഉള്ള ബി.ജെ.പിയുടെ തന്ത്രമാണ് ഇതെങ്കിലും പരാജയപ്പെട്ടുപോയ ബില്ല് വീണ്ടും സഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കാനുള്ള തന്ത്രത്തിന്റെ ആദ്യഘട്ടമായി ഇത് കാണാം. കഴിഞ്ഞ ആഴ്ചയിൽ ബി.ജെ.പി പ്രിസർവേഷൻ ബില്ല് സഭയിൽ അവതരിപ്പിച്ചപ്പോൾ അത് പരാജയപ്പെടുവാനുള്ള കാരണം ബി.ജെ.പിക്ക് 2/3 എംപിമാർ സഭയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ലോക്സഭ പോലെ തന്നെ രാജ്യസഭയിലും 2/3 ഭൂരിപക്ഷം നേടിയെങ്കിൽ മാത്രമേ ഈ ബില്ല് പാസ്സാവുകയുള്ളൂ. പൊതുവെ ജനപ്രതിനിധികൾ കൂറുമാറി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അവരെ അയോഗ്യരാക്കാം. എന്നാൽ ഒരു പാർട്ടിയിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ 2/3 അംഗങ്ങളും കൂറുമാറിയാൽ ഈ നിയമം ബാധകമാവുകയില്ല എന്ന ലൂപ്പ് ഹോൾ കൂടിയുണ്ട്. ഇവിടെ എ.എ.പിയുടെ ആകെ 9 എംപിമാരിൽ 7 പേർ ബി.ജെ.പിയിൽ ചേരുന്നത് കൊണ്ട് കൂറുമാറ്റ നിരോധന നിയമം ഇവരെ ബാധിക്കുകയില്ല. നിയമങ്ങളുടെ പഴുതുകൾ അടച്ചുള്ള ബി.ജെ.പിയുടെ നീക്കമായി ഇതിനെ കാണാം. ഇനി ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയിലെ എംപിമാർ വരും ദിവസങ്ങളിൽ ബി.ജെ.പിയിലേക്ക് ചേരുമെന്ന് കാത്തിരുന്നറിയേണ്ടതുണ്ട്. ഇന്ത്യ സഖ്യത്തിലുണ്ടായിരുന്ന നിതീഷ് കുമാറിനെ ബി.ജെ.പിയിലേക്ക് ചേർത്തെടുത്തത് നാം കണ്ടിരുന്നു. അതേപോലെ പ്രാദേശിക കക്ഷികളെയും അവിടെ നിന്നുള്ള ജനപ്രതിനിധികളെയുമാണ് ഇപ്പോൾ ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത്. വളരെ രഹസ്യമായി തന്നെ കരുനീക്കങ്ങൾ ഉണ്ടാവുകയും അപ്രതീക്ഷിതമായി അംഗങ്ങൾ കൂറുമാറുകയും ചെയ്യുമെന്നത് വ്യക്തമാണ്. ഇതെല്ലാം പാർട്ടി അണികൾക്കോ സാധാരണ ജനങ്ങൾക്കോ വേണ്ടിയുള്ളതല്ല. അധികാര സ്ഥാനത്തെത്തിയവർക്ക് അവരുടെ സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം മൂലം അത് നിലനിർത്തുവാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ്. ഒരു കാലത്ത് ഞാനും നിങ്ങളുമൊക്കെ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമാകുവാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ചിലർ അധികാര സ്ഥാനങ്ങൾ തീരെഴുതുന്നതോടെ അത്തരം സ്വപ്നങ്ങൾ കാണുന്നതിൽ യാതൊരു പ്രസക്തിയും ഇനി ഉണ്ടാകില്ല. ജനാധിപത്യവും പാർട്ടിയും പേരിന് ഉണ്ടാകും, പക്ഷേ അധികാര സ്ഥാനങ്ങൾ തീരെഴുതപ്പെടും.